ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. സിസ്റ്റർ മേരി കുട്ടിയാനിക്കൽ തയ്യാറാക്കി അവതരിപ്പിക്കുന്നു. വൈവിധ്യത്തിലെ ഏകത്വത്തിൽ ഒളിഞ്ഞിരിക്കുന്ന സൗന്ദര്യത്തിന്റെ നിറച്ചാർത്തായ ഒരു പൂങ്കാവനം പോലെയാണ് മനുഷ്യജീവിതം. പല നിറത്തിലും മണത്തിലും ആകൃതിയിലുമുള്ള പുഷ്പങ്ങൾ പൂന്തോട്ടത്തിൽ വിരിയും. ഓരോ ചെടിയും അതാതിന്റെ തനിമയാർന്ന പുഷ്പമാണ് വിരിയിക്കുക. പലതരത്തിലുള്ള ചെടികൾ ഇടകലർന്നു നിന്നാലും ഓരോന്നും സ്വന്തം വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുകയും ഫലങ്ങൾ നൽകുകയും ചെയ്തുകൊണ്ട് തോട്ടത്തിന്റെ മനോഹാരിത വളർത്തുന്നു. വിത്ത് പാകമാവുമ്പോൾ മുതൽ നാം ഏറെ ശ്രദ്ധയും കരുതലും നൽകി അതിനെ സംരക്ഷിക്കുന്നു. കാരണം നമ്മുടെ മനസ്സിൽ ഓരോ ചെടി വളരുന്നതിന്റെയും അത് നൽകുന്ന ഫലത്തിന്റെയും രൂപം തെളിഞ്ഞു നിൽപ്പുണ്ട്. അഥവാ അതിന് ഭംഗം വന്നാൽ നമ്മുടെ ഹിതപ്രകാരം നാം അതിനെ വെട്ടി പരിപോഷിപ്പിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്യും. ഒരു നഷ്ടപ്പെടുത്തലിലൂടെയാണ് ഒരു ലാഭം ഉണ്ടാവുക. ഒന്നിന്റെ അഴിയൽ മറ്റൊന്നിന്റെ പുനർജനനമാണ്, തളിർക്കലാണ്. കാലത്തിനും കാലഘട്ടത്തിനും അനുസരിച്ച് വരുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളുകയും ജീവിതത്തെ നേരാവണ്ണം ക്രമീകരിക്കുകയും ചെയ്യുക. ജീവിതത്തെക്കുറിച്ച് വിലയിരുത്തൽ നടത്തുകയും പുനഃക്രമീകരണത്തിലൂടെ വളർച്ച പ്രാപിക്കുകയും ചെയ്യുക. ആരും അന്യരല്ലെന്നും എല്ലാവരും തമ്മിൽ ബന്ധമുണ്ടെന്നും കരുതണം. അത് സത്യമാണ്. മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. വ്യക്തിബന്ധം കാത്തുസൂക്ഷിക്കുക. സൃഷ്ടാവായ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ഏറ്റവും ശ്രേഷ്ഠമായ സൃഷ്ടിയും സകല സൃഷ്ടിജാലങ്ങളുടെയും മകുടവുമാണ് മനുഷ്യൻ. തന്റെ തന്നെ ഛായയും സാദൃശ്യവും പകർന്നു നൽകി തന്റെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നത് പോലെ ഓരോ മനുഷ്യനും രൂപപ്പെട്ട് നന്മയുടെ നൂറുമേനി ഫലം വിളയിച്ച് ഈ ലോക ജീവിതം മഹത്തരമാക്കണമെന്നതാണ് സൃഷ്ടാവായ ദൈവത്തിന്റെ നമ്മെക്കുറിച്ചുള്ള സ്വപ്നം. അത് സാക്ഷാത്കരിക്കപ്പെടുവാൻ അവിടുത്തെ ഹിതത്തോട് നാം പൂർണ്ണമായി സഹകരിച്ചു പോകണം. ഒഴുക്കിനെതിരെ നീന്തി ലക്ഷ്യം പ്രാപിക്കേണ്ടവനാണ് മനുഷ്യൻ. കാരണം നന്മയും തിന്മയും ഇടകലർന്നു നിൽക്കുന്ന ഈ ലോക ജീവിതത്തിൽ അതിനെ വേർതിരിച്ചെടുത്ത്, അതായത് തിന്മയെ നന്മ കൊണ്ട് കീഴടക്കി വിജയം വരിക്കണമെങ്കിൽ നാം നമ്മോട് തന്നെയും ജീവിത സാഹചര്യങ്ങളോടും നിരന്തരം യുദ്ധം ചെയ്യണം. നന്മയുടെ ഉറവിടമായ ദൈവത്തിൽ ആശ്രയിച്ചാലേ ഈ പോരാട്ടത്തിൽ നമുക്ക് വിജയം വരിക്കാനാകൂ. നമ്മുടേതായ തനിമ കാത്തു സൂക്ഷിച്ച് നന്മയുടെ ഫലം വിളയിച്ച് ഈ ജന്മം സഫലമാക്കുക. നമ്മെ തന്നെയും നമ്മുടെ ചുറ്റുപാടുകളെയും വിശുദ്ധമായി കാത്തു സൂക്ഷിക്കുവാനുള്ള കടമ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. തിന്മയുടെ പുഴുക്കുത്തേറ്റാൽ ഫലം വിഷലിബ്ധവും വികലവുമാകുന്നതുപോലെ നമ്മുടെ ഉള്ളിൽ നിന്ന് തിന്മ പുറത്തേക്ക് വന്നാൽ അത് വിതയ്ക്കുന്ന നാശം വളരെ വലുതായിരിക്കും. നമ്മെ തന്നെയും മറ്റുള്ളവരെയും അത് മലിനമാക്കും. പ്രപഞ്ചമാകുന്ന പൂന്തോട്ടത്തിലെ സുഹൃതങ്ങളാണ് പുഷ്പങ്ങൾ. നാമൊക്കെ പൂവിന്റെ ഞെട്ടുപോലെയാവുക. ഇതളുകളും കുലകളും എല്ലാം ചേർത്ത് വയ്ക്കുന്ന ഞെട്ട് അതിൽ തന്നെ വലിയ ആകർഷകത്വമില്ലെങ്കിലും ഏറ്റവും വിലയുള്ളതാണ്. ചേർത്ത് നിർത്തുക, ചേർന്ന് പോവുക വലിയൊരു കലയാണ്. അതിന് വിലയും മേന്മയും ഉണ്ടാകുന്നത് ഈ വക കാര്യങ്ങൾ കൃത്യമായി ചെയ്യുമ്പോഴാണ്. ഉള്ളിലൊരു പൂന്തോട്ടം പണിയുക, അവിടെ സുഹൃതങ്ങളാകുന്ന പുഷ്പങ്ങൾ വിരിയിക്കുക. നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും നന്മയുടെ നിക്ഷേപം നമുക്ക് കരുതി വയ്ക്കാം. നമ്മെ സമീപിക്കുന്നവർക്ക് സൗഖ്യത്തിന്റെ ചൂട് പകരാൻ, സ്നേഹത്തിന്റെ പൂന്തണലേകാൻ, സമാധാനത്തിന്റെ പാത തുറന്നു കൊടുക്കാൻ നമുക്കാകണം. എങ്കിലേ ഈ ജന്മം കൊണ്ട് അർത്ഥമുള്ളൂ. പരസ്പരം വ്യക്തിബന്ധം സ്ഥാപിച്ചും സുഹൃത്ത് ബന്ധം ഊട്ടിയുറപ്പിച്ചും വേണം മനുഷ്യൻ വളർച്ച പ്രാപിക്കാൻ. അതിനുള്ള ശ്രമമാകട്ടെ ഈ ദിനത്തിന്റെ കർമ്മമണ്ഡലം. ആഴിയെ കൈക്കുമ്പിളിൽ ഒതുക്കി ഗ്രഹവ്യൂഹത്തെ കൈവിരൽ തുമ്പിൽ ഉയർത്തി പ്രപഞ്ചത്തേര് തെളിക്കുന്ന വിശ്വൈക ശില്പിയെ ഉള്ളിൽ ധ്യാനിച്ച് സർവശക്തന്റെ സാന്നിധ്യത്തിൽ നിർമ്മലരായി ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം.